നമസ്കാരം. ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു മേക്കപ്പ് റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഞാൻ ഇതിന് മുന്നേ ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളപ്പോൾ എല്ലാം നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 85K മറ്റോ ഉണ്ട് വ്യൂസ്. അതുപോലെ അല്ലാണ്ടുള്ള വീഡിയോസും ഞാൻ ലിപ്സ്റ്റിക്സ് പ്രത്യേകിച്ചും ഡെയിലി വെയർ ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഒക്കെയാണ് ഞാൻ കൂടുതൽ കാണിച്ചിട്ടുള്ളത്. അതിനാണ് കൂടുതൽ ഡിമാൻഡും. ഓക്കെ, അപ്പോൾ അത്തരം ഷെയ്ഡ്സിനൊക്കെയാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് നിങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലിപ്സ്റ്റിക്സ് വീഡിയോ അല്ല, പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ആ രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ കൂടുതൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് വരുമ്പോൾ പറയാം. അതിനു മുന്നേ ഇന്നിപ്പോൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ആമസോണിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്, വാർഡ്രോബ് റിഫ്രഷ് സെയിൽ നടക്കുന്നുണ്ട്. May 31st സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി June 5th വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ 50 to 80% ഓഫിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ പ്രത്യേകിച്ചും നല്ല ഡിസ്കൗണ്ടിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തേക്കാം, ലിങ്ക്സും കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതൊക്കെ ലിപ് പ്രോഡക്ട്സ് ആണ്. ലിപ്സ്റ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല, ലിപ്സ്റ്റിക് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഒരെണ്ണം പറ്റേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 ലിപ് ടിൻ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഒന്ന് വന്നിട്ട് ഏർത്ത് രഥത്തിൻ്റെ ലിപ് ടിൻ്റാണ്, ലിപ് ചീക്ക് ടിൻ്റാണ് കേട്ടോ. ഇത് മാമ എർത്തിൻ്റെ ലിപ് ചീക്ക് ആൻഡ് ഐ ടിൻ്റാണ്. ഓക്കെ, ഇത് വന്നിട്ട് ഗ്ലോസി ഫിനിഷാണ്, ഇത് വന്നിട്ട് മാറ്റ് ഫിനിഷാണ്. ഓക്കെ, രണ്ടിൻ്റെയും വേറെ വേറെ ഷെയ്ഡ്സ്, നല്ല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പിങ്ക് ഷെയ്ഡാണ്, ഇതൊരു മോവി ഒരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പിങ്ക് ലിപ് ടിൻ്റ് എടുക്കാം. അപ്പോൾ ഞാനിത് ബെയർ ലിപ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്, ലിപ് ബാം ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ലിപ് ടിൻ്റ്. ഓക്കെ, ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. എന്നാൽ നിങ്ങളൊരു ഡീപ്പർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഇത് വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണ്. ഞാനിത് ഇവിടെ ഒരു മിറർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം, ഇത് കുറച്ച് ഇങ്ങനെ തന്നെ ഇടുമ്പോൾ കുറച്ചൊരു വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണ് എൻ്റെ സ്കിൻ ടോണിനും. അതെ, ഓക്കെ, ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഞാൻ ഫസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറിൽ ബ്ലോട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്തിട്ട് നമുക്ക് ലിപ്സ് ഒന്ന് ബ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഫിനിഷാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതുപോലുള്ള ഗ്ലോസി ലിപ്റ്റിൻ്റെ ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ബ്ലോട്ട് ചെയ്തിടുന്നതാണ് ഡയറക്റ്റ് നമ്മൾ വെറുതെ ഇടുന്നതിനേക്കാളും നല്ലത്. അതിന് ശേഷം ഒന്ന് ബ്ലോട്ട് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി നല്ല ഒരു ലുക്ക് തരും കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഒരു സാറ്റിൻ ഫിനിഷുള്ള ഒരു ലിപ്സ്റ്റിക് ഇട്ട പോലെ ആ ഒരു ഫിനിഷാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ, ഒരു മാറ്റ് ഫിനിഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ലിപ് ടിൻ്റ്. ഓക്കെ, ഇത് നമുക്ക് മാറ്റ് ഫിനിഷ് ആക്കാം. അപ്പോൾ അതിന് വേണ്ടത് എല്ലാവർക്കും അറിയുന്ന ട്രിക്ക് തന്നെയാണ്, ഒരു ലൂസ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ മാക്കിൻ്റെ ഈ ഒരു കോമ്പാക്റ്റ് ആണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെ പ്രോഡക്റ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഒരു ബ്രഷ് എടുക്കുക. ബ്രഷ് എന്തായാലും വേണം. ഇത് ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ഫിനിഷ് വരിക. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ബ്രഷിലൊന്ന് എടുക്കാം, പ്രോഡക്റ്റ് എടുക്കാം, എക്സസ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഞാൻ ഈ ടിഷ്യൂ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ടിഷ്യൂ പേപ്പർ അവിടെ ഇരിക്കുക, ഇനി പോയി എടുക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ വെച്ചിട്ട് നമുക്ക്
ഓക്കെ, ഇത് വേറൊരു ഫിനിഷാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിപ്പം എക്സസ് ഈ ടിഷ്യൂവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു മാറ്റ് ഫിനിഷാണ് വരിക. നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലോട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ ഒരു ഷൈനൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഒരു സാറ്റിൻ ഫിനിഷ് ആയിരിക്കും. ഇത് കുറച്ചുകൂടി മാറ്റായിട്ടാണ് നമുക്ക് ലിപ്സിൽ അത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് വീണ്ടും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് മാമാ എർത്തിൻ്റെ ഈ ഒരു ലിപ് ടിൻ്റാണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു മോവി ഷെയ്ഡാണ്, മാറ്റ് ഫിനിഷാണ്. ഓക്കെ, ഇതൊരു ക്രീമി ടെക്സ്ചറാണ്, മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഓക്കെ, ഒരു ബ്രൗൺ മോവി ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഓക്കെ, ഇതൊരു മാറ്റ് ഫിനിഷാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലിപ് ഗ്ലോസ് വെച്ചിട്ട് ഒന്ന് ടോപ്പപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ് ആണ്. ഗ്ലോസ് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ഗ്ലോസ് ആണ്, ഒരു ന്യൂഡ് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്കിങ്ങനെ സെൻറ്റർ പോർഷനിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഇതുപോലെ സെൻറ്റർ പോർഷനിൽ മാത്രം ലിപ് ഗ്ലോസ് ഇടുമ്പോൾ നല്ല രസമാണ് ആ ഒരു ലുക്ക്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത് പറയാൻ പോകുന്നൊരു ട്രിക്ക്, അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. മേക്കപ്പ് ലവേഴ്സിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഓൺലൈനായിട്ട് വാങ്ങി ഷെയ്ഡിൽ പണി കിട്ടിയ ഒരു ലിപ്സ്റ്റിക് അല്ലേ. നിങ്ങളെ വാഷ് ഔട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു ലിപ്സ്റ്റിക് എന്തായാലും എല്ലാവരുടെ കയ്യിലുണ്ടാവും. എൻ്റെ കയ്യിലും ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഒരെണ്ണം ഈ ഒരു മാമാ എർത്തിൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഷെയ്ഡിൽ ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിതിൻ്റെ മിനിയാണ് കേട്ടോ വാങ്ങിയത്. അതുകൊണ്ട് അത്രയും ലാഭമായി. ഓക്കെ, ഷെയ്ഡ് വന്നിട്ട് 01 ആണ്, ന്യൂഡ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അറിയാമല്ലോ, ന്യൂഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരു ഡാർക്ക് ലിപ് ലൈനർ, അല്ലെങ്കിൽ ഡാർക്ക് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരു ന്യൂഡ് ലിപ് ലൈനർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലിപ്സ്റ്റിക്സ് നമുക്ക് ഇങ്ങനെ പണി കിട്ടുന്ന അവസരത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ന്യൂഡ് ലിപ് ലൈനർ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആയാലും മതി. പക്ഷെ ഒരു ഡാർക്ക് ലിപ് ലൈനർ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ലിപ് ലൈനർ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഷെയ്ഡ് 11 ആണ്. ഓക്കെ, പേർപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. അപ്പോൾ ലിപ് ലൈനർ, ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്, ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. താഴെ മാത്രം ഇട്ടതിന് ശേഷം ലിപ്സ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഇങ്ങനെ. അതിനുശേഷം ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലിപ്സിൻ്റെ ഷേപ്പും ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ഇതുവരെ ഇങ്ങനെയല്ല ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഇനി ഇടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുക, അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. താഴെയും മുകളിലും ഫില്ല് ചെയ്യുക, സെൻറ്റർ പോർഷൻ വിട്ടിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഒരു സൈഡിൽ മാത്രം, താഴെയോ മുകളിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഇട്ടതിന് ശേഷം ലിപ്സ് വെച്ച് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡായിട്ട് വരും കേട്ടോ. അതുപോലെ ലിപ്സിനും നല്ല ഒരു ലിപ്സിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ നല്ല എടുത്ത് കാണിക്കും ഇങ്ങനെ ഇടുമ്പോൾ. ഓക്കെ,
അപ്പോൾ ഈ ഒരു ട്രിക്കും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പലർക്കും അറിയുന്നത് തന്നെയാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.